ഇവരെല്ലാരും ഓണാവും 11 ആവുമ്പോ ഞാൻ ഔട്ട് കംപ്ലീറ്റ്. ഉണർത്താൻ അട്ടയൊക്കെ പക്ഷെ സൗബി ലൊക്കേഷനിൽ ഇങ്ങനെ തരും. ഭയങ്കര പേടിയുള്ള ആളാണ് അട്ടന. ചൊറിയുമ്പോഴും സൗബിയുടെ ഒരു മെയിൻ സംഭവം ഭയങ്കര ഫ്രണ്ട്സ് അവര്. എന്താന്നറിയില്ല, എവിടെ ചൊറിയുമ്പോഴെങ്കിലും വന്ന് കടിക്കും. കറക്റ്റ് ഞാൻ അതിലൊക്കെ കൈകൊത്തി നിൽക്കും. ഒരു ആവശ്യമില്ല അത്. ആദ്യം ഒരു വേറെ ടൈപ്പ് ഒരു സ്റ്റെപ്സ് ആയിരുന്നു. കാല് കുടിഞ്ഞ് കിടക്കേണ്ട വന്നാ കാല് കുടിഞ്ഞിടയെ പോയിട്ട് പുഴുവൊക്കെ അടിച്ചിട്ട് ചാൻസ് എങ്ങനെയുണ്ട് സൗബിൻ നോക്കുമ്പോ എന്നെ കാണാനുള്ള കരച്ചില്ലല്ലോ. അവിടെ എന്തെങ്കിലും ശബ്ദം കേൾക്കണ്ടോ നവ്യ? പ്രേതണ്ടോന്ന് തോന്നുന്നുണ്ടോ? പ്രേതൊന്നുമില്ല, അറബി പാട്ടെല്ലാം കേൾക്കുന്നുണ്ടാ? കർട്ടൻ ഒന്ന് തുറന്നു നോക്കിക്കേ, ഒരാള് തൂങ്ങി കിടക്കണ പോലെ തോന്നുന്നില്ലേന്ന്. ശരിക്കും മരത്തില് വന്നിട്ടില്ലല്ലോ. ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയണല്ലോ. അവിടെ വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഈ ഒരു എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു രാത്രി, ഈ പാതിരാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് പാതിരാത്രി. ഓൾറെഡി അതിൻ്റെ ടീസറും ബാക്കി പരിപാടികളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾ ക്രൂ ഇസ് ഹിയർ ആൻഡ് ദ പേഴ്സൺ ബിഹൈൻഡ് രചന മാം. ഹലോ നവ്യ and Saubin and Admia. Welcome. Thank you. അപ്പോൾ പറയൂ എന്താണ് സംഭവം? പിന്നെ ടീസർ കണ്ടു, അടിപൊളി, കലക്കി. അപ്പോൾ ഇതൊരു രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാത്രിയിലെ കഥയാണോ? ഒരു രാത്രി മാത്രമല്ല, അങ്ങനെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലേ? അല്ല, രാത്രി നടക്കുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണ്. അതുകൊണ്ട് ആ രാത്രി വളരെ പ്രാധാന്യമുണ്ട് സിനിമയിൽ. അതുകൊണ്ടാണ് ആ പാതിരാത്രി ആയതുകൊണ്ടും ആണ് സിനിമയുടെ പേര് പാതിരാത്രി. വെൽക്കം. താങ്ക് യു. ആൻഡ് എനിക്ക് തോന്നുന്നു വെരി ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത് പോലീസ് യൂണിഫോമില്, ആ ഒരു ലുക്കില് കാണുന്നു. അറിയില്ല, ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ഇതുണ്ട്, ടെൻഷനുണ്ട്. ഇതിലൊരു എക്സ്ട്രാ പരിപാടി എന്താണ്? കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ ഒരു പോലീസ് യൂണിഫോം ഇട്ടിട്ട്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആൻഡ് പ്ലസ് അബൌട്ട് ദ മൂവി. എക്സൈറ്റ്മെന്റിനെക്കാട്ടിലും എനിക്ക് അതിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്ന ഒരു പരിചയമുള്ളൊരു ക്യാരക്ടർ അല്ല ഒരു ലേഡി പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞത്. പിന്നുള്ള റെഫറൻസസ് മറ്റു സിനിമകളാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള SI ആയ ഷാഹിന മാമിന്റെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഞാൻ അത്ര വലിയ ഗംഭീരമായിട്ടൊക്കെ ചെയ്തു എന്ന് അതല്ല, അത് അങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ എനിക്ക് തികച്ചും ദൂരെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നുകൊണ്ട് ഐ ട്രൈ ടു ബി ദെയർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവരുടെ ഒരു ജീവിത രീതി നമ്മൾക്ക് പരിചയമല്ലല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അല്ലേ? എത്ര ദിവസം അതിന് വേണ്ടി? ഒരു 2 ആഴ്ചയിൽ പല പല ദിവസങ്ങളായിട്ട് മാഡത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്തു. നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ പോയി, രാവിലെ പോയി സ്റ്റേഷനിൽ ഇരുന്നിട്ട് അവരുടെ നോർമൽ റുട്ടീൻ ചെയ്തു. പിന്നെ കൂടെ ഓടാനൊക്കെ പോയി. അങ്ങനെ ശരി. കുറച്ച് എഫോർട്ട് ഇടുന്നതായിരുന്നു എന്നല്ലേ? കുറച്ച് എഫോർട്ട് ഇടണമായിരുന്നു എന്നല്ലേ? അല്ലല്ല, എഫേർട്ട് അത് ഞാനായിട്ട് എന്റെ ഇഷ്ടത്തില് റത്തീനൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനതിനെ ഒരുപാട് മോശം പോരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഗംഭീരായിരുന്നു. പറയൂ. പുതിയ വിശേഷം ഇത് തന്നെയാണ് പാതിരാത്രി. അപ്പോൾ ഇതിൽ about the character എനിക്ക് അധികം പറയാനുള്ള പെർമിഷൻ ഇല്ല ഡയറക്ടറിന്റെ അടുത്ത്. അപ്പുറത്തിരിപ്പുണ്ടെന്ന് ഇങ്ങനെ നോക്കുന്നു. She said ഒന്നും പറയരുത് ക്യാരക്ടറിനെ കുറിച്ച്. സണ്ണിയും ഞാനും as a couple, husband and wife. And ക്യാരക്ടറിന്റെ പേര് യാസ്മിൻ എന്നാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോറി. ടീസറിലും അങ്ങനെ തന്നെയാണ്, അധികം ഒന്നും കാണിച്ചിട്ടുമില്ല അല്ലേ? അതിനൊരു എന്താ പറയുക, ഒരു എലമെന്റ്സ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ശരി. കുറെ നാളായി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പ്രാങ്കോട് ഷാപ്പിനായിരുന്നു. ആൻഡ് ഇതിൽ പോലീസ് പറയൂ, പരിപാടികൾ 16 റിലീസാണല്ലോ. വേറെ രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. കുറച്ച് എന്താ പറയാ, കള്ളത്തരമൊക്കെ ഉള്ള, എന്തായാലും നമ്മളുടെ നിലവിഴ പൂഞ്ചിറ പോലത്തെ പോലീസുകാരനല്ല. അതന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും വിട്ടു പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇല്ല,
കാര്യങ്ങളിലും സാറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇയാളുടെ ഇച്ചിരി മടിയനാണ്. മടിയനായിട്ടുള്ള ഒരു പോലീസുകാരന്. മടിയനാക്കാൻ പാടുപെട്ടായിരുന്നു. ആക്ഷൻ പറഞ്ഞാൽ മടിയനാവും. അതെ, ഫുൾ ആക്റ്റീവ് ആയിരുന്നു. അതെ അതെ, എപ്പോഴും എന്നെ തന്നെ ചെയ്ത് ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു എപ്പോഴും ഫുൾ ടൈം അവർ രണ്ടുപേരെയും. അതെ അതെ അതെ. ആ, ഇവരിങ്ങനെ എന്റെ പറയുന്നിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഒരു സീരിയസ്നെസ് ഇല്ല എന്നൊക്കെ. അങ്ങനെയല്ല. അതായത് റത്തീനുണ്ടല്ലോ, ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോട്ട് എടുത്തതിനെക്കാളും 1.5 മണിക്കൂർ അതിൽ നോക്കി ഞാൻ അതിന് വലിയ ഇങ്ങോട്ട് പുറത്തിറങ്ങി വരുന്നു. ഒന്ന് പറയോ, ഞങ്ങളോട് പറയോ, ഓക്കെ ആണോ, എനിക്ക് സമയം വേണം. ഇങ്ങനെ ഇരിക്കും. ഈ കണ്ടതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ, അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും പറയുന്നത്. അതൊക്കെ സമാധാനം തരുമോ? തൃപ്തി വരാൻ കുറച്ച് ടൈം എടുക്കുന്നല്ലേ. പക്ഷെ നമ്മളിപ്പോ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികൾ. ഇതിൽ ഏറ്റവും വലിയൊരു ഇപ്പം ചെയ്ത ഷോർട്സിലാണെങ്കിലും ഒരു ചാലഞ്ചിങ് പരിപാടി എന്തായിരുന്നു? ഓഫ് കോഴ്സ് വേറൊരു ക്യാരക്ടറാണ്, വേറെ പോലീസ്. എനിക്ക് മൊത്തത്തില് ചാലഞ്ചിങ്. അതിന്റെ വേഷം മുതല്, അത് വേഷമാണെങ്കിൽ ഷൈന മാമിനെ വെച്ചിട്ടാണ് ഇവര് ഇത് കോസ്റ്റ്യൂം എല്ലാം ഡിസൈൻ എന്താ ചോദിച്ചിട്ടാണ്. ഷൂസിന്റെ കളർ എല്ലാം അവരുടെ പോലെ തന്നെ. ആ, എനിക്കാണെങ്കിൽ മറ്റേ എന്നെ ഇട്ട് തയ്ച്ച പോലെയാണ് ഉടുപ്പ്, ഇരിക്കാനും പറ്റൂല. ഞാൻ എന്തൊരു കഷ്ടം, അത് ഇരിക്കാനും പറ്റൂല, ഇങ്ങനെ ചാരി ഇരിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്ര അൺകംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇവരെങ്ങനെ കളനം പിടിക്കാൻ ഓടുന്നൊക്കെ ഞാൻ വിചാരിച്ചു. അല്ല, നല്ല പാടാണല്ലോ. അതെ 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 അതെ. കാരണം ഈ ഷൂസ് ഒക്കെ ആണെങ്കിലും കാലെടുത്ത് പുറത്തിട്ടിട്ടൊന്ന് കാറ്റ് കളിക്കാൻ കൊതിയാവും. അത് മാത്രമല്ല, എനിക്കൊന്നു രാത്രിയാണല്ലോ ഷൂട്ട്. 10 മണി കഴിയുമ്പോഴേ ഏകദേശം നവ്യക്ക് ഒരു ഉറക്കമൊക്കെ വരും. ബാക്കി എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എനിക്ക് കുറച്ച് പാടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതെ അതെ. ഇവരെല്ലാരും ഓണാവും 11 ആവുമ്പോ, ഞാൻ ഔട്ട് കംപ്ലീറ്റ്. ഉണർത്താൻ അട്ടയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലേ. എന്താണ് പറയുന്നത്? കുമിളിയിലെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ മഴ കൊള്ളായിരുന്നു. ഭയങ്കര രസമായിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു. അട്ടനൊന്നും പേടിയില്ല, അട്ടയ്ക്ക് ഇവിടെ പേടിയാ. ഇതിനെന്താണ് കമന്റ് പറയാനുള്ളത്? ഇല്ല, നത്തിങ്. കൂടുതലും മഴയത്തും നൈറ്റിലൊക്കെ ആയിരുന്നു. അത് ഓൾറെഡി മഴക്കാലമായിരുന്നു. അപ്പൊ ഈ മഴ ഇതിലൊരു മൊത്തം മഴയുണ്ട്. നിങ്ങൾ ടീസറിലും മഴയുണ്ട്, മഴയുടെ സൗണ്ടും ഉണ്ട്. അപ്പൊ ആ മഴയെ അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ മഴയുണ്ട്, മൊത്തത്തിലൊരു മഴയും ഒരു വെറ്റ്നെസ്സും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോ ഈ മഴയില്ലാത്തപ്പോഴും മഴയുടെ മൂടും ഒക്കെ ഫുൾ ടൈം അപ്പൊ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പൊ മൊത്തം നനഞ്ഞിരിക്കും. അപ്പൊ അട്ടയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി കുമിളിയിലെ. കാരണം പ്ലാറ്റ്ഫോം ഒക്കെ ഇട്ട് കാലൊക്കെ പൊക്കി വെച്ചിട്ടാണല്ലോ ഈ സ്ക്രീനിൽ നോക്കി. ഞങ്ങൾ 2 പഠിക്കാറുണ്ടല്ലോ കിടന്നു ഓടാൻ. ആത്മീയക്ക് കൂടുതൽ അത്ര അട്ടക്കടിയൊന്നും കൊണ്ടിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നും അധികം അല്ല, കൂടുതലും സീൻസ് എല്ലാം ഡേ സീൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. അവർക്ക് ഡേ ആണ്. ഞങ്ങളൊക്കെ ഒത്തിരി കോമ്പിനേഷൻ സഹിക്കാൻ പുറത്തൊക്കെ ഇരിക്കാൻ പറയും. ഞങ്ങള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബാക്കിലോട്ട് കാട്ടിലോട്ട് പോയിക്കോന്ന്, കാരണം ഇവിടെ പ്ലാറ്റ്ഫോമിലാണല്ലോ. വേറെ നോക്കണ്ടല്ലോ, സുഖമായിട്ടിരിക്കുവാണ്. ഞങ്ങൾ എന്താക്കുന്നത് വരുന്ന സമയത്ത് മനസ്സിലായില്ല, റത്തീനൊന്ന് ഇവിടേക്ക് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ. നൈസായിട്ട് പണി കൊടുക്കുന്നു അല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണമല്ലോ. പ്ലാറ്റ്ഫോം ബാക്കി സത്യം പറഞ്ഞാൽ അവിടുത്തെ അട്ടകളെ കൂടി രക്ഷപ്പെട്ടു. ഞങ്ങളെ ശല്യം കൊണ്ട് ഇവിടുന്ന് പോയേക്കാം. ദൂരെ ഉപ്പ് അതൊക്കെ വരി ഇടുന്ന വിതറി നമ്മുടെ ഒന്ന സ്ഥലത്തൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ പറയും സൗബി, പക്ഷെ സൗബി ലൊക്കേഷനിൽ ഇങ്ങനെ ഭയങ്കര പേടിയുള്ള ആളാണ് അട്ടനെ. സമയത്തും കടിക്കും. അട്ട മാത്രല്ല, സോബി എന്നെ ആ നാട്ടിലുള്ള എല്ലാ ജീവികളും കടിച്ചിട്ടുണ്ട്. വന്ന് കടിക്കും. ആണല്ലേ? മനുഷ്യരൊന്നും അല്ലാത്തതുകൊണ്ട് വേറെ രീതിയിൽ കംപ്ലൈന്റ് കൊടുക്കാൻ. പശു ഒന്നും വന്ന് കടിച്ചിട്ടില്ല. ചെറിയ ഇതൊക്കെ ചൊറിയുമ്പോഴും സൗബിയുടെ ഒരു മെയിൻ സംഭവം. ഭയങ്കര ഫ്രണ്ട്സ് അവര്. എവിടെ ചൊറിയുമ്പോഴെങ്കിലും വന്ന് കടിക്കും. ഞാൻ അതിലൊക്കെ കൈകൊത്തി വെക്കും. റത്തീനെ ഒരു ആവശ്യമില്ല. അത്
എന്നിട്ട് ഞാൻ മരത്തിലൊക്കെ കൈകുത്തിട്ട് കുറച്ചൊരു കഴിയുമ്പോ തടിച്ച് ചുമന്ന് അത് ഇവർക്ക് റത്തീനൊക്കെ അങ്ങനെ തന്നെയാ. അപ്പോ ഒരാളുടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി അതൊന്ന് ശരിയായി വരുമ്പോ സൗകര്യം എനിക്കിവിടെ കേട്ടിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെന്ന്. ആ നല്ല ഫുള്ള് തന്നെടുത്ത് വരും. ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് അതിന്റെ ചൊറിയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് എല്ലാരും എനിക്ക് മാത്രം പോരല്ലോ. പിന്നെ എന്നെയൊക്കെ തേച്ചിങ്ങനെ നമ്മൾ മാത്രം സഹിച്ചാൽ പോരല്ലോ അല്ലേ? യെസ്, ഇതിൽ പരിപാടികൾ എന്താണ്, ക്യാരക്ടർ എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞു അധികം മറ്റേ കാട്ടിക്കൂടെ ഓടേണ്ട പരിപാടികളൊന്നും ഇല്ല. ഇല്ല. രാവിലെ ആയിരുന്നു ഷൂട്ട്. അതെ അതെ ഉണ്ടായിരുന്നു. രാത്രി എന്റെ ക്യാരക്ടറിന്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ്, കുറച്ച് ഇന്റൻസ് ഉള്ള ക്യാരക്ടറാണ്. ചെറിയ ക്യാരക്ടർ ആണെങ്കിലും പക്ഷെ നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ്. ഇപ്പം നമ്മളെ പറ്റി വേറെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു അതർ ലാംഗ്വേജിലുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാർസ് ഒക്കെ നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ കേൾക്കാൻ ഭയങ്കര ഒരു ഹൈ ആണ്, ഭയങ്കര കിക്കാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു സൂര്യയുടെ ബ്രദർ കാർത്തി ആൻഡ് അരവിന്ദ് സ്വാമി സാർ രണ്ടുപേരും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മലയാളം മൂവിയെ പറ്റി ചോദിക്കുന്നു. ഒരു ആങ്കർ അപ്പോൾ പറയുന്നു കുമ്പളങ്ങി നൈറ്റ്സിനെ പറ്റി ഓഫ് കോഴ്സ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അരവിന്ദ് സ്വാമി സാറും കാർത്തിയും രണ്ടുപേരും ഒരുമിച്ചാണ് പറയുന്നത് ഈസ് എ ബെസ്റ്റ് ആക്ടർ, ഡയറക്ടർ, ടാലൻറ്റഡ് പേഴ്സൺ സൗബിൻ. നമുക്കത് കേൾക്കുമ്പോൾ വി ഫീൽ സോ ഗുഡ്, ലൈക്ക് ആ ഒരു പമ്പ് വരും. ദേ ആർ ടോക്കിംഗ് അബൌട്ട് അവർ പീപ്പിൾ അല്ലേ? അപ്പൊ സന്തോഷം വന്നിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ഞാൻ രണ്ടുപേരെ ഫോൺ ചെയ്തിട്ട് വളരെയധികം സന്തോഷം അവരെടുത്ത് പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമില്ല. കാരണം ആരൊക്കെയാണ് പറയുന്നത്, അരവിന്ദ് സ്വാമിക്ക് പറയുമ്പോൾ ഞാനൊരു നമ്പർ തമിഴ് പ്രൊഡക്ഷൻ അവരൊന്ന് ചോദിച്ചിട്ട് അവിടുന്ന് തന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. എന്നെ ചെന്നൈ പോകുമ്പോൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. അരവിന്ദ് സ്വാമി സാറോ? ഭയങ്കര സേവായിരുന്നു. ഓക്കെ, ഇത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ട അപ്പം ദേ വർ സോ ഹാപ്പി. അടിപൊളി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെറിയ ഓൺ ദ കേക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ആക്ടർ യെസ്, ഡയറക്ടർ യെസ്, ഡാൻസർ ഓഫ് കോഴ്സ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ ഒരു ലെവല്, ഇത് ലെവലിലേക്ക്, ട്രിപ്പിൾ ലെവലിലേക്ക് പോയി. അതിന്റെ എനിക്ക് തോന്നുന്നു രജനീകാന്ത് സാറ് വരെ സ്റ്റേജിൽ നിന്ന് ഹിസ് ടോക്കിംഗ് അബൌട്ട് ഹിം ലൈക്ക് ഡാൻസ്. ശ്രുതിഹാസനും എല്ലാവരും പറയുമ്പോൾ ഐ ആം ഓണേർഡ് ആൻഡ് ഐ ആം പ്രിവിലേജ്ഡ് ദാറ്റ് എനിക്ക് അടുത്തുനിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റി. ആൻഡ് ആ ഒരു പരിപാടി അതിന് കിട്ടിയൊരു ഹൈ എങ്ങനെയായിരുന്നു സബുക? ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല, എനിക്ക് അതിലോട്ടൊന്നും അധികം പറയുമ്പോൾ ഒരു കേട്ടപ്പോൾ നല്ല സന്തോഷം. ഞാൻ അതൊന്നും അങ്ങനെ ഉള്ളിലോട്ട് അങ്ങനെ എനിക്കത്, കാരണം പാട്ടിറങ്ങിയ ശേഷം മിക്കവരും പറയുന്നതുകൊണ്ടേ എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ വലിയതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ സിറ്റുവേഷനിൽ സാൻഡി മാസ്റ്ററിന്റെ ഒരു പറച്ചിലും ഒരു എനർജിയും ആദ്യം ഒരു വേറെ ടൈപ്പ് ഒരു സ്റ്റെപ്സ് ആയിരുന്നു. കാല് കുടിഞ്ഞ് കിടക്കേണ്ട വന്നാ കാല് കുടിഞ്ഞിടയെ പോയിട്ട് പുഴുവൊക്കെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ നമുക്കൊന്ന് മാറ്റി പിടിച്ചത് ഡയറക്ടർ സംസാരിച്ച് അങ്ങനെയാണ് ആ സ്റ്റെപ്പിലോട്ട് വന്നത്. കുറച്ച് എനർജി ആ ക്യാരക്ടറിന് പറ്റിയത്. ശരി, നേരത്തെ വേറെ സാൻഡി മാസ്റ്റർ ആദ്യം പറഞ്ഞ വേറെ സ്റ്റെപ്സ് ആയിരുന്നു, വേറെ തന്നു. വേറെ അതിനെ പോയി കണ്ടപ്പത്തിന് സാൻഡി മാസ്റ്റർ എങ്ങനെയുണ്ട് സൗബിൻ നോക്കുമ്പോ എന്നെ കാണാനില്ല. ഓഹോ, അങ്ങനെ ടെസ്റ്റ് ഉണ്ട്. കരച്ചില്ലായിരുന്നു സാർ, എങ്ങനെ സാർ നിങ്ങൾക്ക് ഏതാവത് ഡാൻസേഴ്സ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാൻ അപ്പൊ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ സോങ് ഓക്കെ അല്ല. പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോ തന്നെ കുറച്ചും കൂടി പവർഫുൾ ആക്കാന്ന് പറഞ്ഞ സ്റ്റെപ്സ് വേറെ ടൈപ്പ് ആക്കാം, അങ്ങനത്തെ ക്യാരക്ടറാണല്ലോ. അപ്പൊ അതിൽ കുറച്ചൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഭയങ്കര സിമ്പിൾ അല്ലാത്ത കുറച്ചുകൂടി ഹെവി ആക്കി. അത് സാൻഡി മാസ്റ്ററിന്റെ തന്നെ പരിപാടിയാണ്. പിന്നെ ഈ ഡാൻസേഴ്സ് എത്ര പേര് നിൽക്കുന്നത് ഫുള്ള് വെയിലത്ത്, നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രാക്ക് കിട്ടും. വെയിലത്ത് നല്ല വെയിലത്താണ് നമുക്ക് ടേക്കും തൊട്ടും പോലെയാണല്ലോ കുട മാറ്റുന്നത്. പക്ഷെ അവര് കാര്യം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രിയൊക്കെ മാസ്റ്ററിനെ കൊണ്ട് അസിസ്റ്റൻസിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് വീഡിയോ എനിക്ക് അയച്ചു തരും. ശരി, ഞാനിത് കണ്ടിരുന്നത് റൂമിൽ എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ വരാൻ നേരത്ത് രാവിലെ എന്നെ വിളിക്കാൻ വരാൻ നേരത്ത് താഴ്ന്നൊക്കെ പോലെ ഒന്ന് അപ്പൊ മുകളിലത്തെ ശബ്ദം നിർത്തും. ഞാൻ ഫുള്ള് മനസ്സിലായില്ലേ അതിന്റെ മനസ്സിലായില്ലേ? പിന്നൊക്കെ എത്ര എനിക്ക് എന്നെ വന്നിട്ട് ഇവരൊക്കെ കുറ്റം പറ്റും. പാതിരാത്രിയല്ലേ ഉറങ്ങാൻ പറ്റൂലേ, റൂം മാറി. എന്റെ റൂമിന്റെ മേളിലായിരുന്നു, ഞാൻ അവരുടെ റൂമിന്റെ മേളിലോട്ട് മാറി. അവിടെ ഡാൻസ് കളിച്ചിട്ട് എനിക്ക് ഞാനൊരു അഡ്വൈസ് തരട്ടെ, പോലീസിന്റെ ക്യാരക്ടറല്ലേ ചെയ്തത്, കുറച്ച് നേരത്തെ ക്ലാസിക്കൽ ഡാൻസ് നിർത്താൻ പറ്റും. അതെന്തിനായിരുന്നു?
അല്ല എനിക്ക് ബ്രോ അല്ല പേരാ ഖാനാ പീന. Parallelly the income that you get. Okay. അല്ലല്ല ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഐ വിൽ ലൂസ് മൈ ശരിയാ. സ്റ്റാമിന. Of course. I appreciate എന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ഓടിയിട്ട് വയ്യാണ്ടായിട്ടാ പോയി ഡാൻസ് കളിക്കണം. ഷൂട്ടിന് മൊത്തം ഓടിയിട്ട് എന്റെ കാല് പോയേ രാത്രി വന്നിട്ട് ആ കാല് വെച്ചിട്ട് അല്ല, I appreciate that. അല്ല ഭയങ്കര അത് മണിക്കൂറുകളല്ലേ. ഞാൻ സത്യം പറയാല്ല, മറ്റേ മോണിക്ക ഡാൻസ് സമയത്ത് ഞാൻ ആലോചിച്ചു ഇനി അഭിനയൊക്കെ സമ്മതിക്കണമല്ലോ. മണിക്കൂറുകളല്ലേ സ്റ്റേജിൽ പെർഫോം Performance ചെയ്യുന്നത്. ചെയ്യുന്നതും അത് അതും ഭയങ്കര സംഭവം ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് ലൈക്ക് അല്ലേ. അതുപോലെ യെസ് ആത്മീയ, ഇപ്പോൾ നോർമലി ഇപ്പോൾ ആത്മീയയുടെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇതിൽ ലൈക്ക് ഇപ്പോൾ ഒരു എനർജറ്റിക് ക്യാരക്ടറാണോ അതോ ലൈക്ക് വെരി സോഫ്റ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണോ? അല്ല, സട്ടിലായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. ഈ കുറേ ഇമോഷണൽ സാധനങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു, പക്ഷെ സട്ടിലാണ് ഇയാള്. അങ്ങനെ ഒരു കാര്യം. ഭയങ്കര റഫ് ആൻഡ് ടഫ് ബോൾഡ് ക്യാരക്ടർ ദാറ്റ് ഐ വാണ്ട് ടു ഡു എന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ അല്ല ഇതിലല്ല, അല്ലാതെ ഇതിലല്ല അല്ലാതെ ലൈക്ക് എനിക്ക് ഞാനല്ലാത്ത ടൈപ്പ്, ലൈക്ക് ഞാൻ പൊതുവെ ഇങ്ങനെയാ എൻ്റെ നേച്ചർ. അപ്പം അങ്ങനെ അല്ലാത്തൊരു ക്യാരക്ടർ എനിക്ക് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം പണ്ട് ഫസ്റ്റ് സിനിമകളിലൊക്കെ ഇപ്പം ദിലീപേട്ടനൊക്കെ ആണെങ്കിലും ചുമ്മാ പ്രാങ്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഊമയായിട്ടൊക്കെ മിണ്ടാൻ വയ്യാത്ത അഭിനയിച്ചു. അതുപോലെ ഇപ്പോൾ ഉള്ള ഫിലിമിൽ നോക്കുമ്പോൾ ഒരുപാട് ന്യൂ കമേഴ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ വി ഹാവ് ടു മേക്ക് ദം കംഫർട്ടബിൾ എന്നുള്ളൊരു സാധനം ഓൾറെഡി ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് പുതിയ ആക്ടേഴ്സ് ഉണ്ടാവാം. അപ്പം നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കാൻ അതിലുപരി എന്തെങ്കിലും അവർക്ക് അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും പ്രാങ്കോ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രാങ്ക് കൊടുക്കാനാണെങ്കിൽ ബെസ്റ്റ് സൗദി ആയിരിക്കും. എന്നെ അതേ നമ്മൾ നിക്കണ സമയത്ത് കാലിന്റെ ബാക്കിൽ വന്നിട്ട് ചിരിച്ചും കളിച്ച് നടക്കുള്ളൂ, വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും. കാലിന്റെ അറ്റത്ത് മറ്റേ ഇതുകൊണ്ടിട്ട് ഷുപാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാ. അങ്ങനെ ഒന്ന് ഓണാക്കി എടുത്തോല്ലേ സെറ്റ്. നന്നായിട്ടുണ്ട് ഓണക്കിൽ. രാത്രി കാട്ടിലേക്ക് അതുകൊണ്ട് നമ്മുടെ പാമ്പ് അത് തെറ്റിദ്ധരിക്കാനും വഴിയില്ല, മേടിക്കുകയും ചെയ്യും. സൗബി ഞങ്ങള് സൗബിയുടെ ഇല്ലാത്തപ്പോ നമുക്ക് ശരിക്കും 2 ദിവസം കഴിയുമ്പോൾ സൗബിനെ മിസ് ചെയ്യാൻ തുടങ്ങി ശരിക്കും. പിന്നെ രാവിലെ നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങുമ്പോ ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുക, എന്നിട്ട് ഓടിക്കളെ, എന്നിട്ട് തുറന്നു നോക്കുമ്പോ ആളുണ്ടാവില്ല, ഓടിക്കളയാ. എന്നിട്ട് ചെറിയ ചെറിയ വിനോദങ്ങൾ ഓണാക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ഓടിയും. അല്ല അത് ഓണാക്കുന്നില്ല, ഡാൻസ് നിർത്താൻ വേണ്ടിയാ. ഒന്നുമല്ല ഒന്നുമല്ല, ഉറങ്ങിയ ശേഷം കുഴപ്പമില്ലോ. അച്ഛനോട് ബെല്ലടിക്കുമ്പോ കുറച്ചൊരു ബ്രേക്ക് ഇവിടുന്ന് ഉറങ്ങുമ്പോഴാ ബെല്ലടിച്ചിട്ട് പോന്നിട്ട് ചിലപ്പോ ഇവിടെ വന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറിപ്പോ വിടറും ബെല്ലടിച്ചിട്ട് പോയേക്കാം. ഇവർക്കെല്ലാണ്ട് ഉറങ്ങാത്ത കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ വിനോദങ്ങളുണ്ട്. ഇവർക്കുണ്ട് ഇങ്ങനത്തെ വിനോദം. ഉണ്ട് വിളിച്ചിട്ട് ചോദിക്കും എന്താ ഒരു ഇവിടുത്തെ ഹോട്ടലുണ്ടോന്ന് തന്നെ അറിയില്ലെന്ന്. അല്ല ആര് വിളിച്ചിട്ട് ചോദിക്കും. മറ്റേ ഫോണില് വെച്ചിട്ട് എടുത്തില്ലെങ്കിൽ മൊബൈൽ സൈലന്റ് ആണെങ്കിൽ ലാൻഡ് ലൈനിൽ വിളിക്കും. വിളിച്ചിട്ടുണ്ട് ലാൻഡ് ലൈനിൽ വെച്ചാൽ അവിടെ എന്തെങ്കിലും ശബ്ദം കേൾക്കണ്ടോ നവ്യ, പ്രേതണ്ടോന്ന് തോന്നുന്നുണ്ടോ? പ്രേതൊന്നുമില്ല, അറബി പാട്ടെല്ലാം കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്റെ ശബ്ദം അത് എന്റെ കുഴപ്പമല്ല. നവ്യ ഓർമ്മയില്ലേ മറ്റേ പ്രേതമുള്ള മുറി താനൊക്കെ TV ഓൺ ആവുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നവ്യ പറഞ്ഞു. രാത്രി വന്ന് എനിക്ക് ഉറക്കമില്ലാണ്ട് കിടക്കുമ്പോ നന്നായിട്ട് ഉറങ്ങുന്ന എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്നെയൊക്കെ വിളിച്ചു ചോദിക്കും. ഇത് കണ്ടാ പേടിയാണ്. പിന്നെ ഞാൻ പോയിട്ട് കർട്ടനൊക്കെ തുറന്നു നോക്കും, പിന്നെ ടെൻഷനാവും. എന്നിട്ട് ഞാനുണ്ടല്ലോ, ഞാൻ ഓൾറെഡി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ രാത്രിയിലും കത്തിക്കലായി. എന്നിട്ട് പകൽ വന്ന് കിടക്കുമ്പോഴും നമ്മള് രാത്രി വന്ന് കത്തിച്ചിട്ട് ഉറങ്ങുന്നതല്ല. നമ്മള് ഫുൾ ടൈം വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ചന്ദനത്തിരി. നിനക്ക് സുഖമാണോ ഞങ്ങളെല്ലാവരും അന്വേഷിക്കുന്നല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മറ്റേ പാവക്കുട്ടിനെ കെട്ടിയിറക്കാനായിരുന്നു. അങ്ങനല്ല, ഒരു ദിവസം സൗബി എന്നെ വിളിച്ചിട്ട്, ഒരു ദിവസം സൗബി രാത്രി വിളിച്ചിട്ട്, അത് അന്ന് ഷൂട്ട് നോർമൽ സമയത്ത് ഒരു ദിവസം നിങ്ങൾ കിടക്കുന്ന റൂമില്ല? റൂമിലല്ല, പുറത്താണ്. പക്ഷെ കാടനപ്പുറത്ത്. പക്ഷെ എവിടുന്നാ വന്നെന്നൊരു പിടിയില്ല. സീൻമാനോ? യഥാർത്ഥ സീൻമാൻ എനിക്കാണ്. ഞാൻ കിടന്നതിന്റെ അപ്പുറത്തെ റൂമിലാണ് തന്നെത്താനെ TV ഓൺ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. അതെങ്ങനെ? എനിക്കറിയില്ല. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം
അതെങ്ങനെയാണ് ഞാൻ വേറെ ഹോട്ടലായിരുന്നു അപ്പൊ എന്നെ അവിടേക്ക് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ന്യൂസ് കാണും. ഇപ്പോഴത്തെ വാർത്ത ഏതോ പ്രേത അല്ല അങ്ങനെ ഞാൻ ശരിക്കും പേടിച്ചിട്ടിരിക്ക. അപ്പൊ ഇവര് കളിയാക്കും. കാരണം ഞാൻ അവസാനം അപ്സുവിനെ റൂമിൽ തന്നെ കിടത്താൻ തുടങ്ങി. അവനാണെങ്കിൽ ശല്യം എന്നെ കൊണ്ട് വയ്യ. കാരണം ഇവനൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. എന്റെ കൂടെ കിടക്കേണ്ടി വരും, എന്റെ റൂമിൽ കിടക്കേണ്ടി വരുമല്ലേ. അപ്പൊ ഇവര് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അതെല്ലാം പറഞ്ഞ് എന്നെ എല്ലാരും കിട്ടാണോ ഇല്ലല്ലോ നിനക്ക്, നീയൊക്കെ ഒരു മനുഷ്യൻ ഇത്രയും പ്രായമായിട്ട് പേടിച്ചു കയറുന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ തനിയെ കിടക്കാൻ പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന ദിവസങ്ങളിലാണ് ഈ അന്വേഷണം, സ്നേഹാന്വേഷണം. പിന്നെ ഒരു ദിവസം അത് നോർമൽ ഡേ രാവിലെ തൊട്ട് നമ്മൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ വെച്ചു ഇന്ന് എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാം. അന്ന് ഞാൻ നോർമലായിട്ട് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ സൗബി കർട്ടൺ ഒന്ന് തുറന്നു നോക്കിക്കേ, ഒരാള് തൂങ്ങി കിടക്കണ പോലെ തോന്നുന്നില്ലേന്ന് ശരിക്കും മരത്തില്. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തില്ല. അതും അപ്പൊ ആലോചിച്ചപ്പോ ഷെയ്ഡില് ഇങ്ങനെ ഒരാള് കിടക്കണമേ നോക്ക് എന്നിട്ട് ഇതിന് വട്ട വിട്ട് തന്നിട്ട് എന്റെ ആംഗിളിൽ ഒരാൾ ഇങ്ങനെ കിടക്കണ് മരത്തില്. ഞാൻ ഫോട്ടോ അയച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ പിന്നെ ശരിക്കും അവിടുന്ന് കാണുമ്പോ എങ്ങനെയല്ലേന്ന് മരത്തിൽ കിടക്കുമായിരുന്നു. ഒന്നുമില്ല, അത് തോന്നിക്കുന്നതാണ്. ചില വാഴയിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോ നമുക്ക് തോന്നൂലേ മനുഷ്യനാന്നൊക്കെ. പക്ഷെ അതോടുകൂടി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവില്ലേ. ഒന്നാമത് എന്താ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടേ ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഒരുപാട് വിളിയായിരുന്നോ? ഞാൻ ഇങ്ങനെ കിടക്കുന്ന കട്ടില് കേട്ടോ, എന്റെ കട്ടിലിന്റെ മുമ്പിൽ ഒരു ടബ് ഉണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. ഓപ്പൺ ആയിട്ട് ഒരു ടബ് ഇങ്ങനെ ഇരിക്കുക. എല്ലാരും ഞങ്ങളുടെ എല്ലാരും റൂമിൽ അങ്ങനെ തന്നെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോ സൗബി പിന്നെ ഈ കഥകളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്നലെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്തില്ലേ ആ ടബിന്ന് ഇങ്ങനെ ഒരു തല ഇങ്ങനെ പൊങ്ങി വരുന്നു. പിന്നെ എനിക്ക് കിടക്കുന്നു, പിന്നെ ടബിന്ന് പൊങ്ങി വരുമോ കാട്ടുപ്രദേശമാണ് ഇത്. അപ്പുറത്തൊരു സൈഡിൽ ഫുള്ള് കാടാ. ഇത് റൂമിൽ തന്നെ ടബ് വയ്ക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ വരലുള്ളൂ വരും, എന്നിട്ട് ഇങ്ങനെ വന്ന് നോക്കോളൂ നോക്കിയെന്ന് പറഞ്ഞ് സ്ഥിരം എന്നെ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ സംസാരിച്ച് പറഞ്ഞേ എന്താണെന്ന് അറിയത്തില്ല, എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ കയറി വരും, എയറിലാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വരും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. സത്യം ഇങ്ങനെയൊക്കെ എയറിലാവുന്നത്. ഞാൻ ആലോചിക്കുന്നത് എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ ആ ഹോട്ടലില്. എന്റെ മുറിയിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ഇവരാരും റൂം മാറി തരൂല. ധൈര്യമാണെന്ന് പറയും, പക്ഷെ ആരും റൂം മാറി തരൂല. പിന്നെ ഞാൻ അവിടെ പോയി നമ്മൾ മനസ്സമാധാനത്തിൽ ജീവിക്കരുതല്ലേ. They might be knowing that there is a problem in your room. ഏതായാലും ആത്മീയക്ക് അവിടെ ചെയ്യേണ്ട വന്നിട്ടില്ലല്ലോ. ഇല്ല, നമ്മളല്ല വേറെ ഹോട്ടൽ. അല്ല എന്നിട്ട് ഉണ്ടെന്നറിഞ്ഞില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയണുണ്ടോ? അവിടെ ഹോട്ടലിടക്ക് പുറത്തിറങ്ങുമ്പോ അതേ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രേതകഥ കേട്ടപ്പോ പിന്നെ ഞങ്ങൾ ആരും ആ വഴി പോയില്ല. ഞങ്ങൾ ഈ ഹോട്ടലിൽ ഹാപ്പിയാന്നൊക്കെ. അതിന്റെ ആവശ്യമേ ഇല്ല. അതിന്റെ ഇടയിൽ ചിലം കിട്ടുള്ള ഡാൻസും. അത് ശരിയാണോ? അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മറ്റേ ഡാൻസിൽ ചിലക ഉണ്ടായിരുന്നു. അല്ല അവിടെ ഇതില്ലാത്ത എന്റെ ഹോട്ടലിൽ വന്നിട്ട് സോബി മറ്റേ കടുവാന്ന് പറഞ്ഞിട്ടൊരു സെൻ ഇട്ട് ഓടിച്ചില്ലേ ഫ്രണ്ടില് കറക്റ്റ് എന്നിട്ട് അയച്ചു അടിച്ചു നോക്കുമ്പോ രണ്ട് എല്ലാരും വന്ന് കൂടി കടുവ എല്ലാരും നിക്കുന്നത്. ഞാനെന്താ നോക്കിച്ച് വന്നിട്ടേ അവിടെയാണോ അതിന്റെ അപ്പുറത്തായിട്ട് നടക്കാനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാ. ഇതെങ്ങനെ സാധിക്കുന്നു? ഞങ്ങള് രാത്രിയിലെ കാട്ടിനുള്ളിൽ അല്ലാതെ ഞാനും സൗബി നമ്മളെല്ലാരും കൂടെ പോയില്ല അന്ന് രാത്രിയിലൊക്കെ പോയി. അന്ന് ഇതുപോലെ ഞങ്ങൾ കുറെ മുള്ളമന്നി അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ കാണും. ഇവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി നിൽക്കുക, അതൊക്കെ സൗബിക്ക് ഒരു വിനോദമാണ്. എന്തായാലും എന്നെ പോത്തിറക്കം വലിച്ച് ഞാൻ മറ്റേ ലോകം വേണ്ടി ഞങ്ങൾ ബാസ് നമുക്ക് എന്തിനാ വെറുതെ എന്തൊരു പ്രശ്നം, നമുക്ക് പോകാം, നമുക്ക് നയപരമായിട്ട് തീരുമാനം ഉണ്ടാക്കാം, നിക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന്. ആ ഇരുട്ടത്തെ എന്റെ പ്രേതം പോലത്തെ ഫോട്ടോ. പക്ഷെ നല്ല ഫോട്ടോസാണ്, നല്ല ഫോട്ടോസാണ്, സൂപ്പർ ഫോട്ടോസാണ്. പക്ഷെ ഞാനാണ് മറ്റേ ബലിയാടായിട്ട് നടുക്ക് നിൽക്കുന്നതേ. അത് ഒട്ടും പേടിയില്ലാത്തൊരു വ്യക്തി. കുറച്ച് ബാക്കിലോട്ട് പോ, കുറച്ചുകൂടെ ബാക്കിലോട്ട് പോ, കുറച്ചുകൂടെ കറക്റ്റ് മറ്റുള്ള ലൈറ്റ് ഒന്ന് പിടിക്കിട്ടപ്പോ കാറിങ്ങനെ തിരിച്ചാച്ചേ ലൈറ്റ് ഓഫ് ചെയ്തോളെ. ഇതൊക്കെ ഒരു വിനോദമല്ലേ നിങ്ങളുടെ? ചെറിയ എന്റർടൈൻമെന്റ്സ് ആണ് ഇവർക്ക്. ഇതാണ് ബെസ്റ്റ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുമിച്ച് ആൾക്കാർ ഒരുമിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നം ചെറുതായിട്ട്. ഓക്കെ, ഇനി പെട്ടെന്നൊരു സെഗ്മെന്റ് മൈൻഡ് ചെയ്യാം. ഓക്കെ,
ഞാൻ നോക്കുക എന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ റെഡി? ഓക്കെ. ജനറൽ നോളജ് ആണോ? ഏയ് ഒട്ടുമില്ല, സന്തോഷം. എനിക്ക് അറിയത്തില്ലാത്ത. ഓക്കെ. ബെസ്റ്റ് വൺ തിങ് വിച്ച് യു വിൽ ഗെറ്റ് ഇൻ ഒരു അതർ ലാംഗ്വേജിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്തൊരു കാര്യം കിട്ടുന്നുണ്ട്, എന്തായിരിക്കും? അതർ ലാംഗ്വേജിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ കിട്ടാത്ത സംതിങ് യു വിൽ ഗെറ്റ് ഫ്രം ദ അതർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കാം? വേറൊരു ഭാഷ. ഒരു ഭാഷ കിട്ടും, പഠിക്കാൻ പറ്റും. ഡിപ്ലോമാറ്റിക് ആൻസർ ഓഫ് ദ ഇന്ത്യ. സത്യല്ലേ? ശരിയാണ്, സത്യമാണ്. അതല്ലാതെ എന്തെങ്കിലും Maybe ഞാൻ ചോദിക്കുന്നത്. 5 പേരില്ലേ? അല്ല സാബിയോട് ഓക്കെ. സൗബിക. എന്ത് വേറെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലായിട്ടൊന്നുമില്ല. എന്തായാലും ഒരുപാട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇവിടെ കേരള റൈസ് അവിടെ വൈറ്റ് റൈസ്. അത് നല്ല പുതിയൊരു എന്താ ഫ്രണ്ട്സിനെ പുതിയ 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 വേറെ സ്ഥലത്തല്ലേ പ്രിവിലേജ്ഡ് ആണല്ലോ. നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ ഇവിടത്തിനെക്കാട്ടി കുറച്ചും കൂടി ഭയങ്കര രസമാണ് അവരുടെ ഡീലിങ്, നമ്മളെടുത്തുള്ള കെയറിങ് ആണ്, ഇപ്പോൾ സ്നേഹം. അവർ ഭയങ്കര രസത്തിലാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മള് സാർ മറ്റേ നീ ഇറങ്ങിയില്ലേ? വേണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല സാർ, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേരളം. പിന്നെ വ്യത്യാസം, ക്യാഷും വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ വ്യത്യാസം ഒരു കൊല്ലം മാറി കിട്ടും എന്നുള്ളത്. ഒരു മാസം 1.5 മാസത്തെ ഷൂട്ട് ചെയ്യുന്നുള്ള വലിയ പടങ്ങളാണെങ്കിൽ 8-9 മാസം അവിടെ വേറെ പോകുന്നില്ല. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ശരിക്കും കൂലിയിലൊക്കെ അത്ര ഉണ്ട്, 4 monthsന് വേണ്ടിയൊക്കെയാണ് വിളിച്ചത്. പിന്നെ അതിൻ്റെ ക്യാരക്ടർ നന്നായി വന്നു, നല്ല കാര്യം കൂടിയാണ് കേട്ടോ അത്. കാരണം ആ ചെറുതല്ലാതെ ആ ക്യാരക്ടർ വലുതായി, അപ്പോൾ ത്രൂ ഔട്ട് നിൽക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല മാറ്റങ്ങളുണ്ട്. അതിനുള്ള റിവാർഡും ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റുന്നത്. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള വലിയ പടമായതുകൊണ്ട് എക്യുപ്മെന്റ്സ് തന്നെ നമ്മൾ കാണാത്ത പലതും കാണുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഡയറക്ടറും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഞാൻ കാരണം നേരത്തെ പോയി അവിടെ നിന്ന് എന്താണ് പരിപാടി, ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, കാര്യങ്ങൾ ഫൈറ്റൊക്കെ ആണെങ്കിലും ഇത്ര വലിയ ക്രൂ അല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കുറേ അധികം ആൾക്കാരുണ്ട്, അവരെങ്ങനെയാണ് എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഭയങ്കര രസമായിരുന്നു. ആനാണല്ലോ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല വേറെ ലാംഗ്വേജസ്, ലൈക്ക് കോൾസ് അങ്ങനെ എന്തെങ്കിലും ലൈക്ക് അത് വന്നിട്ടുണ്ട്? പക്ഷെ അല്ല എനിക്ക് ഇല്ല, എനിക്ക് അങ്ങനെ പറയാനറിയില്ല. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ കമ്പനി ഒരു കന്നഡ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. പക്ഷേ അത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അങ്ങനെ ഇവിടെ കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ കുറച്ചും കൂടെ ഒരു ഇറ്റ്സ് ഹോം, റൈറ്റ്? കംഫർട്ട് സ്പേസ് കൂടുതലാണ്. അവിടെ പോകുമ്പം ലാംഗ്വേജിൻ്റെയും ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആത്മീക്ക് എങ്ങനെ കോൾസ് വന്നിട്ടുണ്ടാവല്ലോ? എൻ്റെ തുടക്ക സിനിമ തമിഴായിരുന്നു. അതെ, അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള വ്യത്യാസങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ സൗബിക്ക് പറഞ്ഞ പോലെ ഇവിടെ നമ്മളെ കാണുന്നത് നമ്മൾ അടുത്തുള്ള ആൾക്കാരാണ്, നമ്മൾ വീട്ടിലത്തെ ആളെ കാണുന്ന പോലെ കാണാതിരിക്കും. അവരൊന്നും കൂടി പ്രൊഫഷണലിയാണ് ഡീൽ ചെയ്യുക കാര്യങ്ങൾ. അങ്ങനെ ഈ നമുക്ക് അവാർഡ്സ് കിട്ടുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് അവാർഡ് റിസീവ് ചെയ്ത ടൈമായിരുന്നു ലാൽ സാർ അവാർഡ് വന്നപ്പോൾ. എസ്പെഷ്യലി എനിക്കൊന്ന് മഞ്ഞുമലിന്റെ ഫസ്റ്റ് ക്ലാപ്പ് ചെയ്ത് ലാൽ സാർ ആയിരുന്നു. അപ്പോൾ അത് വാസ് ലൈക്ക് എ വെരി ഒരു ഇമോഷണൽ മൊമെന്റ് ആയിട്ടായിരുന്നു ഞങ്ങളും അത് കണ്ടത്, വീഡിയോ കണ്ടപ്പോൾ. ഈവൻ ലാൽ സാർ ആണെങ്കിലും തന്ന ടൈമിൽ അതൊരു എങ്ങനെ ഒരു കോൺഫിഡൻസ് പോലെ വന്നെന്ന് ശരിക്കും അത് അറിയില്ലായിരുന്നു ആരാത്തായിരുന്നു എന്നുള്ള. ലാൽ സാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ലാൽ സാർ പോകണമെന്ന് പറയുന്നുണ്ട്, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പറഞ്ഞ് ഇല്ല സൗബിന അവാർഡ് കൊടുക്കണം. എന്നാൽ ആയിരിക്കാം. ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാർ ഇതാണ് ലാലേട്ട അങ്ങനെ വിളിക്കുന്നത്, നമ്മൾ ക്ലാപ്പ് ചെയ്ത് ഞാനല്ലോ ക്ലാപ്പ് ചെയ്ത്, അപ്പോൾ ഞാൻ തന്നെ തരാം അവാർഡ്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ലാൽ സാർ ഞങ്ങൾ അങ്ങനെ പ്ലാൻഡൊന്നായിട്ടല്ല ക്ലാപ്പ് ചെയ്യാൻ വിളിച്ചത്. സാർ ഇതിനു വേണ്ടി വന്ന് ജീനുണ്ടല്ലോ, മകൻ അഭിനയിക്കുന്നുണ്ടല്ലോ, അവർ ഭയങ്കര രസമുള്ള ഒരു ബോണ്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് പൂജയുടെ സമയത്ത് വന്നതാണ്. ഇപ്പോഴാണ് നമുക്കൊരു ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര കിടിലം പടമാവട്ടെ പാതിരാത്രി. ആൻഡ് ഈ രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ക്ലൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി അത് തിയേറ്ററിൽ പോയി തന്നെ വന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അല്ലേ,
കുറെ ആക്ടേഴ്സ് ഉണ്ട്. അതെ അതെ കുറെ പേരുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട്, അശോകൻ ചേട്ടനുണ്ട്, സണ്ണി ഉണ്ട്, Sunny. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ കന്നഡയിൽ നിന്ന് അച്യുത് കുമാർ എന്ന് പറഞ്ഞിട്ട് കാന്താരിലൊക്കെ വില്ലനായിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ട്. ശബരീഷ്. ശബരീഷ് ഉണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. ഇനിയും അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളി ഒരു മൂവി ആവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. Thank you.